അടിച്ചടാ. അതെ, അപ്പോൾ ഇത് താഴത്തെ മീനെ ഇത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു. സ്ട്രൈക്ക് സ്ട്രൈക്ക് അടിച്ചടാ. ബ്രാവോടെ വശത്തിൽ അടുത്ത് വരാല്ലേ. സ്ട്രൈക്കാണോടാ? ഉണ്ടോ? അപ്പോൾ അമ്മലിനോടൊരു മീൻ പിടിച്ചിട്ടുണ്ടേ. കുഴപ്പമില്ല കേട്ടോ, മീൻ ചൂണ്ടെന്ന് ഒരു വെള്ളത്തിൽ വീണ് കേട്ടോ. അടിപൊളി വരാലോ അത്. സ്ട്രൈക്ക്. യെസ്, ഫിഷോ. എൻ്റെ ഉള്ളിയോ, എൻ്റെ പൊന്നൊരു മീനോടി കണ്ടോ. ഒരു കിടിലും മഞ്ഞ ചിലവേ. എൻ്റെ പറ്റേന്നാ കഴിഞ്ഞ് പോയതാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ അതെ, ഇന്നും പതിവ് പോലെ നമ്മളതേ കാസ്റ്റിംഗായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, അടിപൊളി നെല്ല് വിരിച്ചിരിക്കുന്ന അടിപൊളി പാടങ്ങൾ കേട്ടോ. അതിന് നടുക്കൂടെ ഒഴുകുന്നൊരു തോട്. അപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു കാസ്റ്റിംഗായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഞാനും ഉണ്ട്, അമലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഈ പാടത്തിന് നടുക്കുള്ള ഈ തോട്ടിലാട്ടോ നമ്മൾ കാസ്റ്റിംഗായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മളത് യൂസ് ചെയ്യുന്ന ഫ്രോഗ് കണ്ടോ, ബ്രാവോടെ വിഷം കേട്ടോ. നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റി കേട്ടോ. അടിയിൽ നല്ലൊരു വളഞ്ഞ സ്പിന്നറൊക്കെ ഉണ്ട്. വെള്ളത്തിൽ കൂടി നല്ല ആക്ഷനിലാണ് കേട്ടോ ഫ്രോഗൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചൊന്ന് വരാൻ പിടിക്കാൻ പോകണേ. 5 മണിയായിട്ടുണ്ട് ഇപ്പം ഏകദേശം. ഇന്നത്തെ ഫസ്റ്റ് കാസ്റ്റിങ് അടിക്കുവാൻ നോക്കട്ടെ. കഴിഞ്ഞ ദിവസം നമുക്ക് വന്നിട്ടേ നമുക്ക് ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ നല്ല അടിപൊളി സ്ട്രൈക്ക് കിട്ടിയായിരുന്നേ. പക്ഷെ ഇന്നെന്തായാലും നമ്മുടെ ആദ്യത്തെ കാസ്റ്റിങ്ങിൽ അടിച്ചിട്ടില്ല. അടിക്കും. അടിച്ചടാ. അതെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മീനെ. അപ്പോൾ അത് ആദ്യത്തെ മീൻ അമലടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിച്ചേക്കണം ലുക്കാനോട് ഒരു പ്രോഗ്രാമായിട്ട് അടിച്ചേക്കണം. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, എടുക്കാൻ പറ്റിയൊരു സൈസ് നാടമല്ലാടാ. അപ്പോൾ അതെ, നമ്മുടെ ആദ്യത്തെ മീൻ നേരെ കൊല്ലിക്കത്താക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കാസിനോട്ട് പോകണേ. അയ്യോ, ഇത് കേട്ടോ, ഒരു കിടിലും മഞ്ഞ ചിലവേ. എൻ്റെ പറ്റേന്നാ കഴിഞ്ഞ് പോയതാ. എന്തോ ഭാഗ്യം കയറി ചവിട്ടാഞ്ഞത്. മാറിക്കൂടാൻ പോട്ടെ. എൻ്റെ പൊന്നോ, ചൂണ്ടളം വരുമ്പോഴുള്ള മെയിൻ പ്രശ്നമാണ് ഈ പാമ്പെന്ന് പറയണത്. നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. കൂടുതലും ബൂട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഫിഷിങ്ങിന് വരുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോകാം. സ്ട്രൈക്ക് അടിച്ചടാ. ബ്രാവോടെ വശത്തിൽ അടുത്ത് വരാല്ലേ. അടിപൊളി. അവിടെ പോടാ. വെള്ളമല്ല, പക്ഷെ അങ്ങനെ വിടത്തില്ല കേട്ടോ. ബ്രാവോടെ വിഷത്തിലടിച്ച എനിക്കിന്നത്തെ ആദ്യത്തെ വരെ കേട്ടോ. നല്ല ഹുക്കപ്പൊക്കെ ആയിരുന്നു. പക്ഷേ കരക്കോട്ട് ഞാൻ പൊക്കി ഞാൻ ലിഫ്റ്റ് ചെയ്ത് കേട്ടോ. അന്നേരത്തേക്ക് ഊരിപ്പോയതാണ്. ഭാഗ്യം കൊണ്ട് ഇവിടെ ഇവിടെ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് സാധനം കിട്ടി കേട്ടോ. ഇങ്ങോട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവനെ നേരെ കൊല്ലിക്കത്താക്കുവാണ്. ഇതുപോലത്തെ 2 സ്ട്രൈക്ക് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. സ്ട്രൈക്കടാ. എൻ്റെ പോട്ടെ, അടിക്കാൻ തുടങ്ങിയാണെന്നോളെ. ആടാ ഉണ്ടോ? അപ്പോൾ അമ്മലിനോടൊരു മീൻ പിടിച്ചിട്ടുണ്ടേ. കുഴപ്പമില്ല കേട്ടോ. കയറ്റി ഇവിടെ വെള്ളം പോയാ.
എൻ്റെ പൊന്നെ പോയല്ലേ, കൈ കയറിയാ? അപ്പോൾ അതൊക്കെ ഒറ്റപ്പെടുത്തതി മുറുക്കി പിടിച്ചു, നല്ലോണം മുറുക്കി പിടിച്ചോണേ. മീൻ ചൂണ്ടെന്ന് ഒരു വെള്ളത്തിൽ വീണ് കേട്ടോ. അടിപൊളി അടിപൊളി മീനായിരുന്നേ. ഹുക്കയെ കയറിയാ? മീൻ പോണേ പോട്ടെ. നല്ല മീനായിരുന്നു കേട്ടോ. അത് പോട്ടെ, കുഴപ്പമില്ല. കറക്റ്റ് അവൻ ചാടി കേട്ടോ, അവൻ അറിയാം. ഈ പുല്ലിൻ്റെ ഇറമ്പിൽ കൂടെ ഒന്ന് വലിച്ചു നോക്കട്ടെ. ഒരാൾ കയറി നിൽപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ചാടിക്കൊണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്നലത്തെ പോലെയൊന്നും ഇത്ര ആക്ടിവിറ്റി സ്ട്രൈക്ക് ഒന്നും കിട്ടും. സ്ട്രൈക്ക് എൻ്റെ പൊന്നെ, പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചേട്ടാ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഇവരെന്താ ഫ്രോഗ് എടുക്കാത്ത? എനിക്കാണ് ഈ സ്പിന്നർ കൂടുതലും താന്ന് കിടക്കുന്നുണ്ടായിരിക്കും, സ്പിന്നറായിട്ട് കയറി അടിക്കുന്നത്. നല്ലൊരു മീനായിരുന്നു കേട്ടോ. സ്ട്രൈക്ക്. ഒയ്യോ, അതും കൊണ്ടില്ല കേട്ടോ. പുല്ലിൻ്റെ ഒക്കെ അതിൻ്റെ അപ്പം പുല്ലിൻ്റെ ഇടയിൽ നിന്ന് കയറി അടിച്ചതായിരുന്നു. പക്ഷേ ചേട്ടാ ഇത് സ്പിന്നറായിട്ടാണ് തോന്നുന്നത് കയറി അടിക്കണം മൊത്തം. ഈ സ്പിന്നർ കുറച്ച് ചെറുതാക്കി വെച്ച് നോക്കാം. ശേ, അടിക്കുന്നതൊക്കെ നല്ല മീനാട്ടോ. സ്ട്രൈക്ക് പോയി. ചേടാ എന്താ അല്ലേ, കയറുന്നില്ലല്ലോ. ചറ പറ സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷേ ഫ്രോഗ് എടുക്കുന്നില്ല മീൻ. ഇത്ര ചിലപ്പോൾ ഇച്ചിരി കൂടെ ചെറിയ ഫ്രോഗ് ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിഴുങ്ങിയേ. എന്താണെന്നറിയത്തില്ല കേട്ടോ. ശരി, കഴിഞ്ഞ ദിവസം പോലത്തെ അടിയൊന്നുമില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ആണോ എന്താണെന്നറിയത്തില്ല. പക്ഷെ അന്ന് ഇത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു. എന്നാലും നല്ല എൻ്റെ അമ്മേ, ആ ഫ്രോഗിൽ നിന്ന് വീണിട്ട് വരാലുണ്ടായിരുന്നു. അത് വീണപ്പോൾ തന്നെ പേടിച്ച് ഓടി കേട്ടോ അവിടെ നിന്ന്. സ്ട്രൈക്ക്. ജോളിയോ എന്തോന്നടാ അത്, ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് വരാലടിച്ചോണ്ടോ. എൻ്റെ പൊന്നെ, പക്ഷെ ഫ്രോഗിൽ കൊണ്ട പോലും ഇല്ല കേട്ടോ അവൻ്റെ അടി. അവിടെ എവിടെയോ ഹൈഡ് ചെയ്ത് നിന്ന സാധനം കേട്ടോ. നല്ല അവിടെ സ്ട്രൈക്ക് വന്നായിരുന്നു. നല്ല അടിപൊളി അടിയായിരുന്നു കേട്ടോ. ഷോ, നല്ല സൈസ് വരായിരുന്നു, പക്ഷേ അടി കൊണ്ടില്ല. എൻ്റെ അമ്മ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഏകദേശം പറ്റയെത്തി ഫ്രോഗ് എടുക്കാറായപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്തത്. സ്ട്രൈക്ക്. യെസ്. ശേ, ഹുക്കായില്ല കേട്ടോ. പക്ഷെ എൻ്റെ മേത്ത് ഹുക്ക് കയറിയിട്ടുണ്ട് എന്തായാലും. ശേ, നല്ലൊരു മീനായിരുന്നു. രണ്ടെണ്ണം അടിച്ചോ. എൻ്റെ പൊന്നോ, സൈസ് വരാതി. മൂന്നാമത്തെ അടിക്കണം. ഇത് കണ്ടോ, ഞാൻ വീണ്ടും എടുക്കാറായപ്പോഴാണ് കയറി അടിച്ചത്. നോക്കി ചേട്ടാ, ഇവരൊക്കെ നേരത്തെ അടിക്കാൻ വയ്യ. നോക്കി എൻ്റെ ഉള്ളിയോ, എൻ്റെ പൊന്നൊരു മീനോടി കണ്ടോ. എന്നാ വരാലത്. സ്ട്രൈക്ക്. യെസ്, വിഷോ. അപ്പോൾ അടുത്ത വരാല്ലേ.
അപ്പോൾ അതെ ബ്രാവോടെ വിഷത്തിലടിച്ച അടുത്ത മീനെ. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ബ്രാവോടെ വിഷത്തെ അടിച്ച മീനെ ചെറുതാണ് കേട്ടോ. ഇത് നമ്മൾ വളർത്താനായിട്ട് എടുക്കുന്നതാണ്, നമ്മളത് വിടുന്നില്ല കേട്ടോ. അവിടെ ഇവിടുന്നൊരു മീനോടെ ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിക്ക് തന്നെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലോടൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.